AKG സെന്റർ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് പാളയം ലോക്കൽ സെക്രട്ടറി കൂടിയായ താങ്കൾക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം അന്ന് ഉയർന്നതാണ്. പിന്നീട് ഈ കേസിലെ പ്രതികൾ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ കുടുംബം അടക്കം മാനസികമായി വലിയ സമ്മർദ്ദത്തിലായി എന്നാണ് PV അൻവർ അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? പാർട്ടിക്ക് താങ്കളെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോയ സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പാളയം ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ AK സെന്റർ സ്ഥിതി ചെയ്യുന്നത്. എൻ്റെ ലോക്കൽ പ്രദേശത്താണ്. അന്ന് യഥാർത്ഥത്തിൽ ഈ സംഭവം നടന്ന് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വാർത്ത വരുന്നത് മറുനാടനിലാണ്. ആദ്യം വാർത്ത വരുന്നത് ബിനു IP ആണിത് ഈ AK സെന്ററിന് ബോംബ് എന്നുള്ള രീതിയിൽ പ്രചരണം വന്നു. മറുനാടനായിട്ട് നമ്മൾ വലിയ മോലേക്ക് എടുത്തില്ല. പക്ഷെ അത് പിന്നെ ജനൻ TV മറ്റുള്ള ചാനലുകളും എന്നിലേക്ക് തന്നെ പ്രതി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കുറേ നാൾ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരുന്നു. ഒരു ചാനലല്ല, പല സമയങ്ങളിൽ. ഇപ്പോൾ നിങ്ങൾ വാർത്തകൾ പറഞ്ഞ പല സമയങ്ങളിലാണ്. അപ്പം നമ്മുടെ സഖാക്കളുടെ ഇടയിൽ പോലും ഇത് ബിനു IP അങ്ങനെ ചെയ്തോ എന്നുള്ള ഒരു ഒരു സംശയം ഉളവാക്കുന്ന രീതിയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായി. രണ്ടാമതാണ് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതും യഥാർത്ഥ പ്രതികളിലേക്ക് ഇത് എത്തിച്ചേർന്നു. അപ്പോൾ അൻവർ അന്ന് ആ സമയത്ത് എന്നോട് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചിരുന്നു, എന്തായാലും സ്വന്തം വീട്ടിലാരെങ്കിലും കല്ലെറിയോ. അപ്പോൾ മാനസികമായിട്ട് ഭയങ്കര സംഘർഷമായിരുന്നു. എല്ലാവരും നമ്മളെന്താ AK സെന്ററിൽ ഒരു വല്ലാത്ത രീതിയിൽ കാണുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. AK സെന്റർ നമ്മളൊക്കെ വെച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ശ്രീകോവിലാണ് ഈ AK സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആവശ്യമില്ലാത്ത നുണപ്രചരണങ്ങൾ ദിവസവും മറുനാടൻ മലയാളി ഒരു ദിവസം പറയുകയാണെങ്കിൽ ജനൻ TV അതിൻ്റെ പിറ്റേന്ന് പോലീസിൽ നിന്നാണ് വാർത്ത കിട്ടിയത്, യഥാർത്ഥ പ്രതിയെ പിടിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു എക്സ്ക്ലൂസീവ് വാർത്ത അങ്ങ് പെട്ടെന്ന് കൊടുത്ത് എൻ്റെ ഫോൺ നമ്പർ ഞാൻ വേറെ ആരോ എനിക്ക് പോലും അറിഞ്ഞൂടാത്ത ഒരാളെ വിളിച്ചെന്ന് പറഞ്ഞാൽ അയാളുമായി സംഭാഷണം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അത് പോലീസിൽ നിന്ന് കിട്ടിയ വിവരമാണ്, ഈ നമ്പർ എടുത്തുന്നുണ്ട്. അത് വാർത്ത വളച്ചൊടിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഈ നേതാക്കൾക്കിടയിൽ താങ്കളെ തഴയുന്ന ഒരു സാഹചര്യം അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്? ഇല്ല, അതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി സാഹു വളരെ വ്യക്തമായി പത്രസമ്മേളനത്തിന് ചോദിച്ചതിന് മറുപടി സാഹു പറയുന്നുണ്ട്. ഇത് ഒരു വ്യക്തിയെ പൊതുസമൂഹത്തിന് മുന്നിൽ ചീത്തപ്പേരുണ്ടാക്കി അയാളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കണം എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ സാഹു പറയുണ്ടായി. അതിനുശേഷം അത് കഴിഞ്ഞപ്പോൾ പിന്നെ CPMൻ്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആനാവൂർ നാപ്പ് സാഹുവും വളരെ വിശദമായ പത്രക്കാരത്തെ വിവരങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട്.